വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ സെപ്റ്റംബർ 8 സാക്ഷരതാ ദിനം, അതിൻ്റെ പരിപാടിയാണ് ഇന്നത്തെ വീഡിയോയിലൂടെ. അപ്പോൾ എല്ലാവരും സ്കിപ്പ് ചെയ്യാണ്ട് വീഡിയോ കാണണേ. കുറേ ആയിട്ട് വീഡിയോ ഒന്നും ഇട്ടിട്ടില്ലായിരുന്നു. അപ്പോൾ ഇന്ന് ഒരു വീഡിയോ ഇടുന്നുണ്ട്. അപ്പോൾ എല്ലാവരും കാണണേ. ഈ വീഡിയോ അടിപൊളി പരിപാടിയായിരുന്നു. അപ്പോൾ ബാബു സാറിൻ്റെ അടിപൊളി പ്രസംഗങ്ങളും പിന്നെ കുറേ ആൾക്കാരെ ആദരിക്കലും എല്ലാമായിട്ടുള്ള ഒരു പരിപാടിയാണ്. അപ്പോൾ സ്കിപ്പ് ചെയ്യാണ്ട് വീഡിയോ ഫുള്ളായിട്ട് കാണണം എല്ലാവരും. സമ്മേളനത്തിന്റെ അധ്യക്ഷ ബഹുമാനിയായ ജില്ലാ പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് എസ്.എൻ. സരിത അവർ, ഏറ്റവും ബഹുമാനിയായ ജില്ലാ സാക്ഷരതാ സമിതി അംഗം ശ്രീ പട്ടം മാസ്റ്റർ, ശ്രീ വിജയൻ മാസ്റ്റർ, ശ്രീ രാഘവൻ മാസ്റ്റർ, സാക്ഷരതാ മിഷന്റെ മോണിറ്ററിംഗ് കോർഡിനേറ്റർ ശ്രീ ഷാജി സാർ, കൈറ്റിന്റെ ജില്ലാ കോർഡിനേറ്റർ ശ്രീ റോജി ജോൺ സാർ, അതോടൊപ്പം തന്നെ നമ്മുടെ ബ്ലൈൻഡ് അസോസിയേഷന്റെ ജില്ലാ ഭാരവാഹികളായിരിക്കുന്ന സതീശൻ മാസ്റ്റർ, ഉമേശൻ മാസ്റ്റർ, അതോടൊപ്പം തന്നെ ഏറ്റവും ബഹുമാനരായ ഇവിടെ ക്ഷണിക്കപ്പെട്ടിരിക്കുന്ന പ്രിയപ്പെട്ട ജനപ്രതിനിധികൾ അടക്കമുള്ള പ്രിയമുള്ള പഠിതാക്കളെ, സഹപ്രവർത്തകരെ, സുഹൃത്തുക്കളെ, സെപ്റ്റംബർ 8 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ദിവസമാണെന്ന് സൂചിപ്പിക്കാതിരിക്കാൻ വേണ്ടി പറ്റുകയില്ല. കേരളത്തിലെ എല്ലാ പത്രങ്ങളും ഇന്ന് എന്താണ് ഇന്നലത്തെ ദിവസം ഞങ്ങളോട് പത്രക്കാർ ചോദിച്ചത്, നിങ്ങളുടെ അടുത്ത ലക്ഷ്യം എന്താണ്, നിങ്ങളുടെ അടുത്ത ലക്ഷ്യം എന്താണ് എന്ന് ചോദിച്ചപ്പോൾ അതിനുത്തരം ഞങ്ങൾ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. പ്രിയപ്പെട്ട സഹപ്രവർത്തകർ ഒരു കാര്യം ശ്രദ്ധിക്കുക. ഒന്ന്, കനത്ത മഴ പെയ്യുന്നുണ്ടാകുന്ന പുറകിലിരിക്കുന്നവർ നിശബ്ദരായിരുന്നെങ്കിൽ മാത്രമേ ഈ പരിപാടി സുഗമമായിട്ട് മുന്നോട്ട് പോകണം. അതുകൊണ്ട് നിശബ്ദതയോടുകൂടി ഈ പരിപാടി ശ്രദ്ധിക്കണമെന്ന് നിങ്ങളുടെ മുമ്പിൽ ഞങ്ങൾ സമിതിയും അഭ്യർത്ഥിക്കുകയാണ്. അപ്പൊ സെപ്റ്റംബർ 8 എന്ന് പറയുന്നതിൽ ഒരു പ്രധാനപ്പെട്ട ഘടകം, ഇന്ന് നമ്മുടെ കേരളത്തിൽ ഓരോ 100 പേരെ എടുത്താൽ 99 പേർക്കും എഴുത്തും വായനയും വളരെ നല്ല രീതിയിൽ അവർ പഠിച്ചു കഴിഞ്ഞവരാണ്. പക്ഷെ നമ്മൾ ഇന്ത്യയിലേക്ക് എടുത്തു നോക്കിയിട്ടുണ്ടെങ്കിൽ ഓരോ 100 പേരിൽ 70 പേർക്ക് മാത്രം എഴുത്തും വായനയും അറിയാമെങ്കിൽ നമ്മുടെ സഹോദരന്മാരായിരിക്കുന്ന മുതിർന്ന 30 പേർക്ക് ഇന്നും എഴുത്തും വായനയും അറിയത്തില്ല. എന്ന് പറഞ്ഞാൽ ഓരോ 1000 പേരെ എടുത്ത് പരിശോധിച്ചാൽ 700 പേർക്ക് എഴുത്തും വായനയും അറിയാമെങ്കിൽ ഇന്ത്യയിൽ 300 പേർക്ക് എഴുത്തും വായനയും അറിയത്തില്ല. എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഇന്ത്യയിലെ സാക്ഷരതാ ശതമാനം എന്ന് പറഞ്ഞാൽ 70 മാത്രമേ ഉള്ളൂ. ലോകത്തിന്റെ മുമ്പിൽ പല കാര്യങ്ങളിലും വളരെ മുന്നോക്കം നിൽക്കുന്ന ഇന്ത്യക്ക് സാക്ഷരതയുടെ കാര്യത്തിൽ ഇന്ന് നമ്മുടെ ആ സംഖ്യ എന്ന് പറയുന്നത് 141ാമത് റാങ്ക് മാത്രമാണ്. അപ്പൊ നിങ്ങളും ഞാനും ഒക്കെ കൂടി ഒത്തൊരുമിച്ച് പ്രവർത്തിച്ചാൽ കേരളത്തിലെ നിരക്ഷരത പൂർണ്ണമായി ഒഴിവാക്കിയതുപോലെ പറ്റുമെങ്കിൽ ഗവൺമെന്റ് ആവശ്യപ്പെട്ടാൽ ഉത്തരേന്ത്യയിലേക്ക് അടക്കം പോയിട്ടുണ്ട്. അവിടുത്തെ മുതിർന്നവരെ എഴുത്തും വായനയും പഠിപ്പിക്കുന്ന പദ്ധതിയിലേക്ക് പങ്കെടുക്കാൻ വേണ്ടി നമ്മൾ ബാധ്യസ്ഥരാണ്. ഇപ്പോൾ ഗവൺമെന്റ് നമ്മളോട് പറഞ്ഞിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ, നേരത്തെ എഴുത്തും വായനയായിരുന്നു നമ്മളെ മുതിർന്നവരെ പഠിപ്പിച്ചതെങ്കിൽ, പക്ഷേ അതെല്ലാം മാറി ഇന്ന് കേരളത്തിലുള്ള എല്ലാവരും തന്നെ എഴുത്തും വായനയും പഠിച്ചു കഴിഞ്ഞു. ഇപ്പോ നമുക്കുള്ള ഏറ്റവും വിഷമം പിടിച്ചൊരു കാര്യം, ഒരു ഓഫീസിലേക്ക് നമ്മൾ ചെന്നാൽ ഒരു അപേക്ഷ അവിടെ എഴുതി കൊടുത്താൽ ആ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാർ നമ്മൾ പറഞ്ഞത്, കാലം മാറിയത് നിങ്ങൾ അറിയില്ലേ, ഈ കടലാസ് നിങ്ങൾ വേറെ എവിടെയെങ്കിലും കൊണ്ടുപോയി മറിച്ച് അപ്പുറത്തെ കമ്പ്യൂട്ടർ സെന്ററിൽ
പോയിട്ട് ഓൺലൈനായിട്ട് അപേക്ഷ തരൂ. കാരണം അടുത്ത ഒരു വർഷത്തോടു കൂടി എന്താണ് പേപ്പറിൽ എഴുതിയിട്ട് അപേക്ഷ കൊടുക്കുന്ന സംവിധാനം കേരളത്തിൽ നിന്ന് മാറാൻ വേണ്ടി പോവാണ്. ഒറ്റ കാര്യം മാത്രമേ ഉള്ളൂ, എന്താണ് ഈ മൊബൈൽ ഫോണിനകത്തുള്ള കാര്യങ്ങൾ ഇനി നമ്മൾ പഠിച്ചിട്ടില്ലെങ്കിൽ നമ്മളെല്ലാം ഈ സമൂഹത്തിൽ നിന്നും വളരെ പെട്ടെന്ന് എന്താണ് വളരെ പെട്ടെന്ന് തന്നെ നമ്മൾ കാലഘട്ടപ്പെട്ടു പോകും. അതുകൊണ്ട് നമ്മൾ പഠിക്കുന്നതോടൊപ്പം തന്നെ നമ്മുടെ വീട്ടിലെ മുതിർന്നവർക്ക് വേണ്ടിയിട്ട് എന്താണ് ഇത്തരത്തിലുള്ള ഇനിയും പഠിക്കാത്തവർക്ക് വേണ്ടി എന്താണ് ഇത് പഠിപ്പിച്ചു കൊടുക്കണം. അതായിരിക്കണം ഈ സെപ്റ്റംബർ 8 ലോക സാക്ഷരതാ ദിനത്തിന്റെ നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത എന്ന് പറയുന്നത്. അതായത് ജില്ലാ പഞ്ചായത്തിന്റെ ആഭിമുഖ്യത്തിൽ നമ്മൾ മുതിർന്നവരെ പഠിപ്പിക്കുന്നതിനുള്ള എന്താണ് ഡിജിറ്റൽ സാക്ഷരതാ പരിപാടി ഈ കാസർഗോഡ് ജില്ലയിൽ 1,12,000 മുതിർന്നവരെ നമ്മൾ പഠിപ്പിച്ചു കഴിഞ്ഞു. നിങ്ങളൊക്കെ ഇപ്പൊ നിങ്ങളുടെ മനസ്സിലോർക്ക് ഇന്നലെ വരെ ഇതിനകത്ത് നിന്ന് കറണ്ട് ബില്ല് അടയ്ക്കാൻ പറ്റാത്ത ഒരാൾക്ക് അത് ഇന്ന് അടയ്ക്കാൻ വേണ്ടി പറ്റിയപ്പോൾ ഉള്ള സന്തോഷം അല്ലെ, അല്ല അത്രയ്ക്കുള്ള സന്തോഷത്തോടു കൂടി അറിയത്തില്ലാത്ത ഒരുപാട് പേരുണ്ട്. പക്ഷേ അവരാരും നമ്മുടെ മുഖത്ത് നോക്കിയിട്ട് പറയുന്നത് എനിക്കിത് ഗൂഗിൾ പേ ചെയ്യാൻ വേണ്ടിയിട്ടല്ല. പക്ഷേ നമ്മുടെ മുഖതാവിൽ അവരെ ഒരു മണിക്കൂർ ഇരുത്തി നമ്മൾ പഠിപ്പിച്ചാൽ നമ്മൾ ആഗ്രഹിക്കുന്ന ഈ സെപ്റ്റംബർ 8 നമ്മൾ ആഗ്രഹിക്കുന്ന ലോക സാക്ഷരതാ ദിനത്തിന്റെ പരിപാടി വിജയിക്കും എന്നുള്ള കാര്യം ഉറപ്പാക്കിക്കൊണ്ട് ഒരിക്കൽ കൂടി എന്താണ് ഈ കേരളത്തിലെ 100-ൽ 99 പേരെയും എഴുത്തും വായനയും പഠിപ്പിക്കുന്നതിന് നേതൃത്വം കൊടുത്ത നമ്മുടെ പിതാമഹന്മാരെ ഒരിക്കൽ കൂടി നമ്മൾ സ്മരിച്ചുകൊണ്ട് ബാക്കി കാര്യങ്ങളെല്ലാം വളരെ വിശിഷ്ടമായിട്ട് തന്നെ ബഹുമാന്യ വ്യക്തികൾ ഇവിടെ അവതരിപ്പിക്കും എന്നുള്ളത് കൊണ്ട് ചെറുപ്പക്കാരായ നിങ്ങൾക്ക് നാളെ പുതിയ തലമുറയ്ക്ക് വേണ്ടി ഇക്കാര്യത്തിൽ ഒരുപാട് കാര്യങ്ങൾ പഠിപ്പിക്കാനുള്ള പ്രചോദനം എന്താണ് ഈ സെപ്റ്റംബർ 8 നിങ്ങൾക്കെല്ലാം കിട്ടട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് നമ്മുടെ വീടിനടുത്ത് ആരെങ്കിലും ഈ സുദിനത്തിൽ ഏതെങ്കിലും മുതിർന്നവർക്ക് പേരെഴുതാൻ അറിയത്തില്ലെങ്കിൽ അടുത്ത 2 മാസം കൊണ്ട് അവരെയും കൂടി പേരെഴുതാൻ വേണ്ടി പഠിപ്പിക്കുകയും അതോടൊപ്പം തന്നെ ഏറ്റവും ചുരുങ്ങിയിൽ അക്കൗണ്ടിൽ പൈസ ഉണ്ടെങ്കിൽ ഗൂഗിൾ പേ എങ്കിലും ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ പ്രിയമുള്ള മുതിർന്നവരെ പഠിപ്പിക്കാൻ കൂടി നിങ്ങൾ എന്താണ് ലക്ഷ്യമാക്കണമെന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് പ്രിയമുള്ളവരെ എന്താണ് ഞാൻ ഔപചാരികമായി എന്റെ കടമയിലേക്ക് കടക്കുകയാണ്. നമ്മുടെ ഇന്നത്തെ സെപ്റ്റംബർ 8 ഇന്ത്യയിൽ മാത്രമല്ല ലോകത്തിലെല്ലായിടത്തും വളരെ വിശിഷ്ടമായ രീതിയിൽ സെപ്റ്റംബർ 8 വളരെ ബഹുജന പങ്കാളിത്തത്തോടുകൂടി നടക്കുന്നതിന് മുന്നോടിയായിട്ടാണ് കാസർഗോഡ് ജില്ലയിൽ ഇന്ന് ഏതാണ്ട് 25 പഠന കേന്ദ്രത്തിൽ വളരെ ഗംഭീരമായിട്ട് തന്നെ ഇത്തരത്തിലുള്ള പരിപാടി ആവിഷ്കരിക്കുകയാണ്. ഈ പരിപാടി ഇവിടെ ആവിഷ്കരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം ഒന്ന് നമ്മുടെ ഈ വർഷം +2 ഹയർ സെക്കൻഡറി തുല്യതാ പരീക്ഷയിൽ 50, 60, 70 വയസ്സില് ഹയർ സെക്കൻഡറി പഠിച്ച് വിജയിച്ചവരെ ഏറ്റവും പ്രായമുള്ളവരെ ഇന്ന് വിളിച്ചിവിടെ അനുമോദിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ നമ്മൾ ഒരുപക്ഷെ നിങ്ങളൊക്കെ ജനിക്കുന്ന കാലഘട്ടത്തിൽ 1990-91 കാലഘട്ടത്തിൽ ഇന്ത്യക്കാകെ ലോകത്തിനാകെ മാതൃകയാക്കിക്കൊണ്ട് കേരളത്തിൽ സമ്പൂർണ്ണ സാക്ഷരതയ്ക്ക് നേതൃത്വം കൊടുത്ത ബഹുമാന്യരായ വ്യക്തികൾ നമ്മുടെ ഈ സദസ്സിലുണ്ട്. അവരെ നമുക്കെല്ലാവർക്കും ആദരിക്കണം. അങ്ങനെ അവര് ഏത് പാതിരാത്രിയിലും പോയിട്ട് കളക്ടർ അടക്കം ഓരോ കോളനികളിൽ പോയിട്ട് ക്ലാസ് എടുത്തതിന്റെ ഫലമായിട്ടാണ് നമ്മുടെ പിതാമഹന്മാർ ഒരുപാട് പേര് എഴുത്തും വായനയും പഠിപ്പിച്ചത്. ഞാൻ ഓർക്കുന്നു, ഞാൻ കണ്ണൂർ ജില്ലയിലെ ഇരിട്ടിക്കാരനാണ്. ഇരിട്ടി ഉളിക്കൽ എന്ന് പറയുന്ന സ്ഥലത്ത് ടൗണിൽ തന്നെ ഒരു പണിയ കോളനി ഉണ്ട്. ആ കോളനിയില് എന്റെ വീടിനോട് തൊട്ട് ചേർന്നിട്ടാണ്, ടൗണിൽ തന്നെയാണ്. ഞങ്ങൾ നോക്കുമ്പോൾ 1990-91 കാലഘട്ടത്തിൽ ഞങ്ങൾ നോക്കുമ്പോൾ ആ കോളനിയിൽ 162 പേരുണ്ട്. 30 വയസ്സിന് മേലെ പ്രായമുള്ള ഒരൊറ്റ ഒരാൾക്ക് പോലും എഴുതാനും വായിക്കാനും അറിയത്തില്ല. അന്നത്തെ അവിടുത്തെ അധ്യാപകരുടെ ഒക്കെ നേതൃത്വത്തിൽ എന്ത് ചെയ്തു, ഞങ്ങൾ ആ കോളനിയിലെ മുഴുവൻ പേരെയും എഴുത്തും വായനയും പഠിപ്പിച്ചു. അങ്ങനെ ആയിരക്കണക്കിന് സന്നദ്ധവന്മാർക്ക് നേതൃത്വം കൊടുത്തുള്ള ബഹുമാന്യരായ അധ്യാപകരെല്ലാവരും കൂടിയുണ്ട്. അവരെ നമുക്ക് ആദരിക്കണം. അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് ഹയർ സെക്കൻഡറി തുല്യതയ്ക്കും 10ാം തരത്തിലെ ക്ലാസ്സിലേക്ക് നമ്മുടെ പ്രിയപ്പെട്ട അധ്യാപകർ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട് അല്ലെ. അധ്യാപകരെ നമുക്ക് ആദരിക്കണ്ടേ? സെപ്റ്റംബർ 5 ലോക ദേശീയ അധ്യാപക ദിനമാണ്. ആ അധ്യാപക ദിനത്തോടനുബന്ധിച്ച് നമ്മുടെ പ്രിയപ്പെട്ട അധ്യാപകരെയും കൂടി നമ്മളിവിടെ ആദരിക്കുന്നുണ്ട്. അങ്ങനെ വിശിഷ്ടമായ പിന്നെ ഈ പഠനം പഠിപ്പിക്കുക നിങ്ങളെ 10ാം തരത്തിലേക്ക് ഹയർ സെക്കൻഡറിയിലേക്ക് ചേർത്ത് സാക്ഷരതാ മിഷന്റെ മുഖ്യ പന്താവിലേക്ക്
കൊണ്ടുവരുന്നതിന് വേണ്ടി ഞങ്ങളോടൊപ്പം അഹോരാത്രം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട പ്രേരകുമാരുണ്ട്. പ്രേരകുമാരെ എന്ത് ചെയ്തു ആദരിക്കാനുള്ള ഒരു അവസരവും കൂടി ഞങ്ങളിവിടെ ഏറ്റെടുത്തിരിക്കുകയാണ്. അങ്ങനെ എല്ലാവർക്കും കൂടി സന്തോഷകരമായ നിങ്ങളെ കൂടി ഞങ്ങൾ ആദരിക്കുന്നുണ്ട്, നിങ്ങളുടെ കലാപരിപാടികൾ അടക്കം. അപ്പൊ ഇതൊരു നല്ല സുന്ദരമായി തീരട്ടെ എന്ന് ഒരിക്കൽ കൂടി ആശംസിച്ചുകൊണ്ട് എന്റെ കടമയിലേക്ക് കിടക്കുകയാണ്. നമ്മുടെ ഇന്നത്തെ ഈ പരിപാടി സെപ്റ്റംബർ 8 ലോക സാക്ഷാത്കാരത്തോടനുബന്ധിച്ച് കാസർഗോഡ് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ആരംഭിച്ചിരിക്കുന്ന ലോക സാക്ഷാത്കാര സമ്മേളനത്തിൽ അധ്യക്ഷത വഹിക്കുന്നത് ബഹുമാന്യായ ജില്ലാ പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് SN സരിത അവர்களാണ്. വളരെ നേരത്തെ തന്നെ അവർ എത്തിച്ചേർന്നിട്ടുണ്ട്. നിങ്ങൾക്കറിയാം, അതായത് ഉയരങ്ങൾ കീഴടക്കാം എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ 1,15,000 പേരെ നമ്മള് മുതിർന്നവരെ ഡിജിറ്റൽ സാക്ഷരതയ്ക്ക് നേർന്ന കൊടുത്തിയ ആ പദ്ധതിക്ക് ജില്ലയിൽ ചുക്കാൻ പിടിച്ച ബഹുമാന്യ വ്യക്തിയാണ് അഡ്വക്കേറ്റ് SN സരിത. വളരെ ആദരപൂർവ്വം അദ്ദേഹത്തെ വളരെ സ്വാഗതം ആശംസിക്കുകയാണ്. അതോടൊപ്പം നമ്മുടെ ഈ പരിപാടി ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യുന്നത് സംഘാടക സമിതി പ്രത്യേകം ശ്രദ്ധിക്കണം. സ്വാഗതം പറയുമ്പോൾ തന്നെ അത് കൊടുത്തുകൊണ്ട് എന്താണ് അത് കാര്യങ്ങൾ നിർവഹിക്കപ്പെടണമെന്ന് അഭ്യർത്ഥിക്കാം. നല്ലൊരു കൈയ്യെടുത്ത് അടുത്ത നമ്മൾ ഉദ്ഘാടനം ചെയ്യുന്നത് നമ്മുടെ പ്രിയപ്പെട്ട എന്റെ നെല്ലിക്കുന്ന് അവர்களാണ്. കഴിഞ്ഞ മുമ്പത്തെ ആഴ്ച ഇവിടെ ഒരു പരിപാടി പങ്കെടുക്കാൻ വേണ്ടി എത്തിച്ചേർന്നിട്ടുണ്ട്. അത് ഇപ്പം തന്നെ എത്തിച്ചേരും. അദ്ദേഹത്തിന്റെ അഭാവത്തിൽ പോലും അദ്ദേഹത്തിന് സ്വാഗതം ആശംസിക്കുകയാണ്. അതോടൊപ്പം തന്നെ നമ്മുടെ ഇവിടെ മുൻകാല സാക്ഷരതാ പ്രവർത്തകരെ ആദരിക്കുന്നു. മുൻകാല സാക്ഷരതാ പ്രവർത്തകർ എന്ന് പറയുമ്പോൾ ഞാൻ ഓരോരുത്തരുടെ പേര് എടുത്തു പറഞ്ഞുകൊണ്ട് തന്നെ അവരെ പരിചയപ്പെടുത്തും. അപ്പൊ മുൻകാല സാക്ഷരതാ പ്രവർത്തകരെ ആദരിക്കുന്നത് ആദരണീയനായ നമ്മുടെ കാസർഗോഡ് മുനിസിപ്പൽ ചെയർമാൻ ശ്രീ അബ്ബാസ് ബീഗം അവർകളാണ്. അബ്ബാസ് ബീഗത്തിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ അദ്ദേഹം വളരെ അഭിമാനത്തോടു കൂടി എല്ലാ വേദിയിലും അദ്ദേഹം പ്രസംഗിക്കുന്ന ഒരു കാര്യമുണ്ട്. സ്കൂളിൽ അദ്ദേഹത്തിന് 10ാം ക്ലാസ് പഠനം പൂർത്തീകരിക്കപ്പെടാൻ വേണ്ടി പറ്റിയിരുന്നില്ല. മറിച്ച് 7 വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെ നടക്കുന്ന 10ാം തരം തുല്യതാ ക്ലാസ്സിൽ പഠിച്ച് അദ്ദേഹം 10ാം തരം തുല്യത വിജയിച്ച് വളരെ അഭിമാനത്തോടുകൂടി അടുത്ത ദിവസം അദ്ദേഹത്തിന്റെ പഠനമൊക്കെ പത്രത്തിനകത്ത് വരും. അദ്ദേഹം എത്തിച്ചേരുമെന്നുള്ള പ്രതീക്ഷയോടുകൂടി ആദരപൂർവ്വം അദ്ദേഹത്തിന് സ്വാഗതം ആശംസിക്കുകയാണ്. അതോടൊപ്പം തന്നെ നമുക്കിവിടെ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ഈ ദിനത്തിന്റെ ഏറ്റവും മനോഹരമായ സന്ദേശം, ഈ ദിനത്തിന്റെ സെപ്റ്റംബർ 8 ലോക സാക്ഷരതാ ദിനത്തിന്റെ ഏറ്റവും മനോഹരമായ സന്ദേശം ഇവിടെ നൽകുന്നത്, അത് നൽകാൻ ഏറ്റവും കൂടുതൽ അവകാശപ്പെട്ട ഈ കാസർഗോഡ് ജില്ലയിലെ മുഴുവൻ ജനപ്രതികൾ ആരായിരിക്കണം, എന്തായിരിക്കണം എന്നതിനെ കുറിച്ച് ക്ലാസ് എടുക്കുകയും 1991 കാലഘട്ടത്തിൽ ഒരു അധ്യാപകനായി വളരെ ചെറുപ്പത്തിൽ തന്നെ അധ്യാപകനായിട്ട് സേവനം അനുഷ്ഠിക്കുകയും 90-91 കാലഘട്ടത്തിൽ ഈ കാസർഗോഡ് ജില്ലയിലെ മുക്കിലും മൂലയിലും ഓരോ ഗ്രാമപ്രദേശങ്ങളും മനസ്സിലായിട്ടുണ്ടാവും. പപ്പമാർക്ക് സ്വാഗതം ആശംസിക്കുകയാണ്. അതോടൊപ്പം തന്നെ പ്രിയമുള്ളവരെ, നമ്മുടെ അധ്യാപകരെ സെപ്റ്റംബർ 5 ദേശീയ അധ്യാപക ദിനത്തോടനുബന്ധിച്ച് നിങ്ങളുടെ കയ്യിലുള്ള മൊബൈൽ ഫോണൊക്കെ ഇല്ലേ, നമ്മുടെ സ്കൂളിലെ കുട്ടികൾക്ക് ഡിജിറ്റൽ സാക്ഷരത എന്ന് പറയുന്ന പദ്ധതിക്ക് ഇവിടെ സൂചിപ്പിച്ച പോലെ നമ്മുടെ മുനിസിപ്പൽ ചെയർമാൻ അബ്ബാസ് ബീഗം അടക്കം ഇപ്പോൾ മുനിസിപ്പൽ കൗൺസിലർ അഫീല ഉൾപ്പെടെ പകുതി ഇന്ന് പല കാരണങ്ങളാൽ പൂർത്തീകരിക്കാൻ സാധിക്കാത്ത വിദ്യാഭ്യാസം പൂർത്തീകരിക്കാൻ കാണിച്ച ഒരു നിശ്ചയ താഴ്ച കൂടിയുണ്ട് നമ്മുടെ വിജയത്തിന് പിന്നിൽ. കൃത്യമായ ഒരു സംവിധാനം വന്നു. അതിന്റെ നേട്ടവും അതിന്റെ സൗകര്യങ്ങളും കൃത്യമായി ഉപയോഗപ്പെടുത്താൻ നമുക്കെല്ലാവർക്കും സാധിക്കുന്നുണ്ട് എന്നതാണ് മറ്റൊരു കാര്യം. ഇത് ആചരിക്കുന്നതിന്റെ ഭാഗമായി നമ്മൾ ഉന്നം വെക്കുന്നു. തീർച്ചയായിട്ടും ലോകത്ത് സമ്പൂർണ്ണ സാക്ഷരം നേടിയ രാജ്യങ്ങളുണ്ട്. അതേപോലെ തന്നെ 40% മൂടുപത്തിക്ക
ആവശ്യമായ പുതിയ തയ്യാറായിട്ട് അത് മനോഹരമായ രീതിയിലാണ് ഞാൻ അതിന്റെ പഴയ കഥയൊന്നും പറയില്ല, പക്ഷെ ഓർക്കാതിരിക്കാൻ പറ്റില്ല. അന്നത്തെ ജെ സുധാകരൻ എന്ന് പറയുന്ന അന്നത്തെ ജില്ലാ കളക്ടർ, അദ്ദേഹത്തിന് ഭയങ്കര ആവേശമായിരുന്നു. ഗ്രാമപഞ്ചായത്താണ് ഇന്ന് ഫണ്ടുണ്ട്, ഉദ്യോഗസ്ഥന്മാരുണ്ട്, അതേപോലെ തന്നെ കൃത്യമായി അന്നൊന്നുമില്ല, പഞ്ചായത്തിന് ഒരു പൈസ പോലും ചെലവഴിക്കാൻ അധികാരം വന്നില്ല. ആ സമയത്താണ് ഇത്രയും വിപുലമായ രീതിയിൽ നമുക്ക് ഈ പദ്ധതികൾ വിജയിപ്പിക്കാൻ കഴിയും. ഞാൻ സൂചിപ്പിക്കുന്നത് എപ്പോഴും വേണമെങ്കിലും നമുക്ക് അന്നത്തെ സമൂഹ സാക്ഷരതാ പ്രഖ്യാപനത്തെയും സമൂഹ സാക്ഷരതയ്ക്ക് വേണ്ടി അന്ന് പ്രവർത്തിച്ച ലക്ഷക്കണക്കിന് ജനങ്ങൾ അവരുടെ ആ പ്രവർത്തന രീതി നമുക്ക് ഏത് പരിപാടിയെ സംബന്ധിച്ചും പറയാൻ വേണ്ടി കഴിയും. അപ്പോൾ ആളുകളുടെ ആവേശം പുരോഗതിക്ക് തടസ്സമാണ്. വ്യക്തിവികാസത്തിന് എല്ലാ അറിവുകളും നിരക്ഷരത ഒഴിവാക്കാൻ കൂട്ടായി പ്രവർത്തിക്കാം, പങ്കാളികളാകാം. സാക്ഷരതാ ദിനം അതിന് പ്രചോദനമാകട്ടെ. പ്രതിജ്ഞ പ്രതിജ്ഞ പ്രതിജ്ഞ. ചിലരൊക്കെ പറയും അത് ന്യൂക്ലിയർ ബോംബുകളാണ്, ആറ്റം ബോംബുകളാണ് എന്നൊക്കെ പറയും. ഈ അക്ഷരങ്ങളെ നമുക്ക് ലോകത്തിന്റെ വളർച്ചയ്ക്ക് ഉപയോഗിക്കാം, നമ്മുടെ വളർച്ചയ്ക്ക് ഉപയോഗിക്കാം. അതേ അക്ഷരങ്ങൾ തന്നെ വിനാശത്തിൽ നമുക്ക് ഉപയോഗിക്കാൻ വേണ്ടി സാധിക്കും. എന്നാൽ ഈ അക്ഷരങ്ങൾ അന്യമാക്കപ്പെട്ട ഒരു വലിയ വിഭാഗമാണ്. അതിന്റെ പ്രാധാന്യം തിരിച്ചറിയാൻ സാധിക്കാത്ത, അക്ഷരങ്ങൾ എഴുതാൻ സാധിക്കാത്ത ആളുകൾ. അവർക്ക് അതിലൂടെ നഷ്ടപ്പെടുന്നത് സ്വയം വികാസമാണ്, അവരുടെ കുടുംബത്തിന്റെ വികാസമാണ്, അവരുടെ സമൂഹത്തിന്റെ വികാസമാണ്, രാഷ്ട്രത്തിന്റെ വികാസമാണ്. അത് ഒഴിവാക്കുന്നതിനാണ്, സമൂഹത്തെ വഴിയിലേക്ക് നയിക്കുന്നതിനാണ് 1969 ടെഹ്റാൻ പ്രഖ്യാപനം നടക്കുന്നത്. ഈ ടെഹ്റാൻ പ്രഖ്യാപനത്തിലാണ് ലോകമെങ്ങും സെപ്റ്റംബർ 8 ലോക സാക്ഷരതാ ദിനമായി ആചരിക്കണമെന്ന് യുനെസ്കോ നിർദ്ദേശിച്ചത്. അതിന്റെ ഭാഗമായിട്ടാണ് കേരളത്തിലും ഇന്ത്യയിലും ഒക്കെ ലോകമെങ്ങും സാക്ഷരതാ യജ്ഞങ്ങൾ സംഘടിപ്പിക്കപ്പെട്ടത്. ഈ അക്ഷരങ്ങൾ ഈ സാക്ഷരതാ പ്രവർത്തകർ ചിലരെങ്കിലും ചിന്തിക്കുന്നത് പോലെ ഈ പഠിതാക്കൾക്ക് കൊടുക്കുന്ന ഒരു ഔദാര്യമല്ല, അത് പഠിതാക്കളുടെ അവകാശമാണ്. എന്തുകൊണ്ടാണ് നമ്മൾ അങ്ങനെ പറയുന്നത്? ഈ അക്ഷരങ്ങൾ എവിടെയാണ് ഉണ്ടായത്? സ്കൂളുകളിൽ, പുസ്തകത്തിലാണ്. അക്ഷരങ്ങൾ ഉണ്ടായത് വയലേലകളിലും ആലകളിലും പണിയെടുക്കുന്ന സ്ഥലങ്ങളിലൊക്കെയാണ്. ശബ്ദങ്ങൾ അക്ഷരങ്ങളായി മാറി, അത് ലിപിയിലൊക്കെ പിന്നീടാണ് വന്നത്. ഈ വയലേലകളിലും പണിശാലകളിലും ആലകളിലും ഒക്കെ ഉണ്ടായ അക്ഷരങ്ങൾ അവർക്ക് തിരിച്ചു കൊടുക്കുന്ന ഒരു പരിപാടിയാണ് യഥാർത്ഥത്തിൽ സാക്ഷരതാ പ്രവർത്തനം. നിങ്ങൾ പഠിക്കാൻ വരുമ്പോ 10ാം തരം എന്ന് പറയുന്നത് നിങ്ങളുടെ അവകാശമാണ്, ഹയർ സെക്കൻഡറി എന്ന് പറയുന്നത് നിങ്ങളുടെ ഓരോരുത്തരുടെയും അവകാശമാണ്. ആ തിരിച്ചു തരുന്ന പ്രക്രിയയിൽ സഹായിക്കുന്ന ആളുകളാണ് ഞങ്ങളെല്ലാവരും. അതുകൊണ്ട് ഈ അവകാശബോധം ഉണ്ടാക്കുക എന്നുള്ളതാണ് ഏറ്റവും പരമപ്രധാനമായ കാര്യം. ഒപ്പം നമ്മുടെ സാക്ഷരതയ്ക്ക് അക്ഷരങ്ങൾ പഠിക്കുക എന്നുള്ള അർത്ഥം മാത്രമല്ല, അതിന് നാനാർത്ഥങ്ങളുണ്ട്. നമ്മൾ പഠിക്കുന്നതെല്ലാം സാക്ഷരതയാണ്. ഡിജിറ്റൽ സാക്ഷരത, ആരോഗ്യ സാക്ഷരത, അല്ലേ, ജലസാക്ഷരത, മാലിന്യ സാക്ഷരത, ഇതൊക്കെ വേണോ നമുക്ക്? വേണ്ടതല്ലേ? അങ്ങനെ നമ്മൾ പഠിക്കേണ്ടതെല്ലാം സാക്ഷരതയിൽ ഉൾപ്പെടും. ഏതൊരു കാര്യത്തെക്കുറിച്ചുമുള്ള സാമാന്യമായ അറിവിനെയാണ് നമ്മൾ സാക്ഷരതയെ വിശ്വസിക്കുന്നത്. സമൂഹത്തിൽ ജീവിക്കാൻ ഇത് ആവശ്യമാണ്. ഇല്ലെങ്കിൽ നമ്മൾ സമൂഹത്തിൽ നിന്നും പുറന്തള്ളപ്പെടും. സമൂഹത്തിൽ നിന്നും പുറന്തള്ളപ്പെടാതെ നമുക്ക് ജീവിക്കാൻ ഉതകുന്നതെല്ലാം സാക്ഷരതയാണ്. അത്ര വിപുലമാണ് സാക്ഷരതയുടെ നിർവചനം. ഈ സ്കൂളിൽ പഠിക്കുന്നത് ഒരുപക്ഷെ കേരളത്തിൽ 40 ലക്ഷം കുട്ടികളാണ് എങ്കിൽ ഈ അനൗപചാരിക വിദ്യാഭ്യാസ രംഗത്ത് കേരളത്തിൽ പഠിക്കുന്നത് 3 കോടി ജനങ്ങളാണ്.
അധികം ആളുകളാണ് പഠിക്കുന്നത്. അതുപോലെ ഈ വേദിയിലുള്ള വിശിഷ്ട വ്യക്തികൾ എൻ്റെ മുമ്പിലെത്തി ഈ സാക്ഷരതാ സാധിക്കുന്നത്. ഇതിൻ്റെ പല കാര്യങ്ങളും നമുക്ക് മുമ്പിൽ ആദ്യം പ്രസംഗിച്ച പലരും പറഞ്ഞിട്ടുണ്ട്. എന്നിരുന്നാലും ഈ മൈക്ക് കഴിഞ്ഞ കിട്ടിയത് തന്നെ 90-ൽ ആരംഭിച്ച ഈ സാക്ഷരതാ യജ്ഞം ഇവിടെ വളരെ നല്ല രീതിയിലാണ് നമ്മുടെ ബാബു സാറിന്റെ നേതൃത്വത്തിൽ ഇന്ന് തുടർന്നു കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ വർഷം മുതൽ കാഴ്ചയില്ലാത്തവരുടെ ഒരു സാക്ഷരത കൂടി ആരംഭിച്ചിട്ടുണ്ട്. കാരണം ഈ കാഴ്ചയില്ലാത്തവർക്ക് എഴുതാനും വായിക്കാനും പഠിപ്പിക്കാനുള്ള, ഞാനും നിങ്ങളെ പോലെ കാഴ്ച ഉള്ള ഒരാളായിരുന്നു 1990 വരെ. പെട്ടെന്ന് 4ാം ക്ലാസ്സിൽ വെച്ച് കാഴ്ച നഷ്ടപ്പെട്ടപ്പോഴാണ് അക്ഷരത്തിന്റെ മഹാത്മ്യം മനസ്സിലാക്കിയത്. നിങ്ങൾ ഈ 10ാം തരവും തുല്യതയൊക്കെ പാസ്സായപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, ഇപ്പൊ ഒരു കാഴ്ചയില്ലാത്ത എന്നെ പോലുള്ളവർക്ക് ഈ അക്ഷരജ്ഞാനം ഉണ്ടായതുകൊണ്ടാണ് ഞാൻ ഇന്നൊരു അധ്യാപകനായി നിൽക്കാൻ വേണ്ടി പറ്റുന്നത്. അപ്പൊ എന്റെ ഇരുട്ടിനെ മാറ്റാൻ വേണ്ടി മാറ്റാൻ സഹായിച്ച വെളിച്ചമാണ് അക്ഷരങ്ങൾ. അതുപോലെ ഡിജിറ്റൽ സാക്ഷരതാ രംഗത്തൊക്കെ കാഴ്ചയില്ലാത്തവരെ പഠിപ്പിക്കുകയാണ് ഞങ്ങളുടെ ലക്ഷ്യം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ പരിപാടിയിലെ ആശംസാ പ്രസംഗം നടത്താൻ വേണ്ടി എനിക്ക് അവസരം തന്നതിന് പ്രത്യേകം നന്ദി പറയുന്നു. അപ്പൊ നേരത്തെ അപ്പ മാഷ് പറഞ്ഞ പോലെ പല രീതിയിലുള്ള സാക്ഷരതകളുണ്ട്. അപ്പൊ നിങ്ങൾ എഴുതാനും വായിക്കാനും പഠിച്ചതോടൊപ്പം പത്രങ്ങളും പുസ്തകങ്ങളൊക്കെ വായിച്ചുകൊണ്ട് ഈ സാക്ഷരതയെ കൂടുതൽ മഹത്തരമാക്കണം. അല്ലെങ്കിൽ പല മേഖലയിൽ ഡിജിറ്റൽ സാക്ഷരത. ഇപ്പൊ ഞാൻ ഈ പൈസ എങ്ങനെയാണ്, ഒരുപക്ഷെ സംശയം ഉണ്ടാവും, ഈ പൈസ എങ്ങനെയാണ് കാഴ്ചയില്ലാത്തവർ അറിയാന്നുള്ളത്. ഒക്കെ ഫോണിലൂടെയാണ്. 10 രൂപ ഇങ്ങനെ പിടിച്ചു കൊടുത്താൽ പൈസ എത്രയാണെന്ന് പറഞ്ഞു തരും. അങ്ങനെയുള്ള എല്ലാ സംവിധാനങ്ങളും ഉപയോഗിക്കുന്ന ഒരു വ്യക്തിയാണ്. അപ്പൊ അതുപോലെ ഞാൻ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ എന്നെ പോലുള്ളവർക്കുണ്ട്. അപ്പൊ അത് മാറ്റാൻ വേണ്ടിയാണ് ഞങ്ങൾ ഡിജിറ്റൽ സാക്ഷരതയും അല്ലെങ്കിൽ ബ്രെയിൽ സാക്ഷരതയും ഒക്കെ നടത്തുന്നത്. അപ്പൊ അതിന് ബാബു സാർ ഉൾപ്പെടെയുള്ളവരുടെ നല്ല ഒരു പിന്തുണ ഉണ്ട്. അതുകൊണ്ട് നല്ലൊരു കയ്യടി നിങ്ങൾ ബാബു സാറിന് കൊടുക്കണം എന്നാണ് പറയാനുള്ളത്. എന്ത് തന്നെയായാലും കൂടുതൽ ദീർഘിപ്പിക്കുന്നില്ല. ഈ ഞാനൊരു 4ാം ക്ലാസ്സിൽ പഠിക്കുന്ന കാലത്താണ് ഈ സാക്ഷരയജ്ഞം ഉണ്ടായത്. അന്ന് എല്ലാവരും പാടിയ ഒരു പാട്ടിന്റെ 2 വരി പാടിക്കൊണ്ട് ഞാൻ ഈ പരിപാടി കടന്നു കയറി. ഒരുപക്ഷെ നമുക്ക് കാസർഗോഡ് ജില്ലയിൽ നിന്നുകൊണ്ട് നമുക്ക് അഭിമാനത്തോട് പറയാം, ഇത് കേരളത്തിൽ ആദ്യമായിട്ട് നടപ്പാക്കുന്ന ഒരു ജില്ലാ പഞ്ചായത്ത് കാസർഗോഡാണ് എന്നുള്ളത് നമ്മളെ സംബന്ധിച്ചിടത്തോളം അഭിമാനമാണ്. ഒരുപക്ഷെ ഞാൻ നിങ്ങളും അടക്കമുള്ള ഈ സന്നദ്ധ പ്രവർത്തകർ ധാരാളം ആൾക്കാർക്ക്, ലക്ഷക്കണക്കിന് ആൾക്കാർക്ക് ഈ ഡിജിറ്റൽ സാക്ഷരത പറഞ്ഞുകൊണ്ട് നമ്മുടെ ജില്ലയെ സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരത ജില്ലയായി മാറാനുള്ള നമ്മുടെ ജില്ലാ പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ, എൻ്റെ അടുത്തൊരു സുഹൃത്താണ്, നാട്ടുകാരിയാണ്, ഒരേ പഞ്ചായത്തിലാണ് ഞങ്ങൾ. അഡ്വക്കേറ്റ് സരിതാശനുണ്ട്. ഇവരെ മുമ്പിൽ വെച്ച് ഞാൻ പറയാം, തുല്യത പഠനത്തിന്റെ രീതിയിൽ മാറ്റം വരണം. ക്ലാസ് മുറികൾ ഡിജിറ്റലായിട്ട് മാറും. എപ്പോഴും പറയാം, ടെക്സ്റ്റ് ബുക്ക് എടുത്ത് ബ്ലാക്ക് ബോർഡിൽ എഴുതി കൊടുത്ത് നോട്ട്സ് ഒക്കെ എഴുതി കൊടുത്ത് പഠിക്കുന്ന രീതിയിലേക്കാണ് പോകുന്നത്. അപ്പൊ നമ്മൾ ഇത്രയൊക്കെ ഘോരമായിട്ട് കേരളം വലിയ ഉന്നതിയിലേക്ക് സംസാരിക്കുമ്പോഴും ഇങ്ങനെ പരീക്ഷ എഴുതാൻ വേണ്ടിയിട്ട് ഈ മേഖലയിൽ എവിടെയും പരീക്ഷാ കേന്ദ്രമില്ല. കുമ്പളയിൽ ഇപ്പോൾ 70 പേര് പഠിക്കുന്നുണ്ട്. അവിടെ പരീക്ഷാ കേന്ദ്രമില്ല. കഴിഞ്ഞ വർഷം ഉണ്ടായിരുന്നു. അവിടുത്തെ MLAയും ജില്ലാ പഞ്ചായത്തും ഒക്കെ ബന്ധപ്പെടുന്നുണ്ട്. അതുകൊണ്ട് ഈ വർഷം തന്നെ കുമ്പള ഹയർ സെക്കൻഡറി സ്കൂളിൽ 10ാം തരം തുല്യതയ്ക്ക് ഒരു പരീക്ഷാ കേന്ദ്രം അനുവദിക്കാൻ വേണ്ടി ഞങ്ങൾ റിക്വസ്റ്റ് കൊടുത്തിട്ടുണ്ട്. സാറിന്റെ ഭാഗത്തും കൂടി ഇടപെടൽ ഉണ്ടാകണം. അവിടുത്തെ MLAയുടെ ഭാഗത്ത് ഇടപെടലുണ്ട്. സാറിനെ അതുകൂടി ഏൽക്കുന്ന മറ്റ് ഇവർക്ക് വേണ്ടിയിട്ട് ജില്ലാ പഞ്ചായത്തിന് വേണ്ടി ഞങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ഈ സുദിനത്തിൽ പ്രഖ്യാപിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഒരിക്കൽ കൂടി ഈ നല്ല പരിപാടിയിൽ പങ്കെടുക്കാൻ എത്തിച്ചേർന്ന MLAക്ക് സ്വാഗതം ആശംസിക്കുകയാണ്. ഒരു കാര്യം കൂടി സൂചിപ്പിക്കാൻ പോവാണ്. പ്രതിനിധി എന്ന നിലയിൽ മാഷ് പറഞ്ഞ പോലെ തന്നെ കാസർഗോഡ് ജില്ലാ പഞ്ചായത്തിന്റെ കീഴിലല്ല പ്രതിഭാ കേന്ദ്രങ്ങൾ. അതുകൊണ്ട് തന്നെ ജില്ലാ പഞ്ചായത്തിന് എത്രമാത്രം നമ്മുടെ കേന്ദ്രങ്ങളിൽ ഇടപെടാൻ സാധിക്കുമെന്നൊരു പരിശോധന ഉൾപ്പെടെ ഉണ്ട്. എന്നാൽ പോലും സൂക്ഷ്മമായ ഒരു പരിശോധന നടത്തി
സാധിക്കാവുന്ന രീതിയിൽ ഒരു ഇടപെടൽ നടത്താമെന്ന് മാത്രം ഇക്കാര്യം സൂചിപ്പിക്കാനുള്ളൂ. വൈകിയ വേളയിൽ ഇവിടെ എത്തിച്ചേർന്ന നമ്മുടെ ഏറ്റവും ബഹുമാന്യായ ശ്രീ നെല്ലിക്കുന്ന് MLA ഈ ഒരു മഹനീയ പരിപാടി ഔപചാരിക ഉദ്ഘാടനം ചെയ്യാനായി സാധനം ക്ഷണിച്ചു കൊടുക്കുന്നു. ഈ ചടങ്ങിന്റെ ഏറ്റവും പ്രിയങ്കരിയായ അധ്യക്ഷ, ജില്ലാ പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്ഥിരം സമിതി ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് SN സരിത, സ്വാഗതം ആശംസിച്ച ജില്ലാ കോർഡിനേറ്റർ ശ്രീ PN ബാബു, ശ്രീ പപ്പൻ കൂട്ടമത്ത്, ശ്രീ ഷാജു ജോൺ, ശ്രീമതി അഫീല ബഷീർ, ശ്രീ സതീശൻ മാസ്റ്റർ ബേവിഞ്ച, ബാക്കിയുള്ളവരെ എന്നോട് ക്ഷമിക്കുക. എല്ലാ ആളുകളും എനിക്ക് വളരെ സ്നേഹമുള്ളവരും ബഹുമാനമുള്ളവരുമാണ്. ഞാൻ ഇങ്ങനെ കുറച്ച് ആളുകളുടെ പേര് പറയാൻ ശ്രമിച്ചു, എല്ലാവരുടെയും പേര് പറയുന്നുണ്ട്. പക്ഷേ ഈ ലിസ്റ്റ് നോക്കിയപ്പോൾ ഇങ്ങനെ അത് ഒരു 5-10 മിനിറ്റ് എടുക്കും. ഒന്ന്, നമുക്ക് എല്ലാവർക്കും സമയത്തിന്റെ പരിമിതിയുണ്ട്, എനിക്ക് പെട്ടെന്ന് പോകേണ്ടതുണ്ട്. ഈ നമ്മുടെ ജില്ലാ കോർഡിനേറ്റർ ശ്രീ ബാബുവിന് എന്നോട് പ്രത്യേക എന്തോ വിരോധമുള്ളത് പോലെയാണ് എനിക്ക് തോന്നുന്നത്. അത് മറ്റൊന്നുമല്ല. ഒന്ന്, ഇപ്പൊ എനിക്ക് തോന്നി 15 ദിവസത്തിനുള്ളിൽ 3ാമത്തെ തവണയാണ് അദ്ദേഹം ഈ സാക്ഷരതയുടെ പരിപാടിക്ക് ക്ഷണിച്ച് ഇതേ സ്കൂളിൽ വിളിച്ചു വരുത്തിയത്. ഒന്ന്, ഞാൻ ഇപ്പോൾ ഒരാഴ്ച മുമ്പ് അദ്ദേഹത്തിന്റെ ക്ഷണം നിരസിക്കാൻ പറ്റും. ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, ഇന്ന് എന്നെ ഒഴിവാക്കി തരണമെന്ന് ഞാൻ വിട്ടില്ല. അന്ന് എന്റെ കുടുംബത്തിൽ കലഹമുണ്ടായി ഞാൻ ഇവിടെ വന്നതുകൊണ്ട്. എന്റെ പേരക്കുട്ടിയുടെ, ഞാനിത് നിങ്ങളോട് ആത്മാർത്ഥമായി പറയുകയാണ്, എന്റെ പേരക്കുട്ടിയുടെ ഒരു ഒഴിച്ചുകൂടാനാവാത്ത ഒരു ചടങ്ങ്. അവർ ഗൾഫിൽ നിന്ന് വന്നതാണ്, ഒരാഴ്ച കഴിഞ്ഞ് പോയി, അവരിപ്പോ പോയി. ആ ചടങ്ങിന് ഞാൻ എത്തിയത് എല്ലാവരും വന്ന് ആ വീട്ടിൽ നിന്ന് തിരിച്ചു പോയതിനു ശേഷം. നിങ്ങൾ ആലോചിച്ച് നോക്കി എത്രമാത്രം സങ്കടകരമായിരിക്കും അത്. എങ്കിലും സാരമില്ല, സാക്ഷരതയുടെ പരിപാടിയാണല്ലോ. നമ്മളെ സാക്ഷരത നമുക്ക് അറിവിന്റെ ലോകത്തേക്ക് നമ്മളെ എല്ലാവരെയും കൈപിടിച്ച് കൊണ്ടുപോകുന്നതിനുള്ള ഒരു പദ്ധതിയാണ് ഇത്. ആ പദ്ധതിയുടെ ഭാഗമാകാൻ കഴിയുന്നു എന്നതിൽ ഒരു ജനപ്രതിനിധി എന്ന നിലയിൽ എനിക്ക് വളരെയധികം സന്തോഷമുണ്ട്. മാത്രമല്ല, ഞാൻ അറിവ് ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും അവസാനിക്കുന്നില്ല. നമുക്ക് ഓരോരുത്തർക്കും ഉള്ള ഒരു ന്യൂനത, കുറവ് എന്ന് പറയുന്നത് ഞാനടക്കം നമ്മളെല്ലാവരുടെയും വിചാരം നമുക്കെല്ലാം അറിയാമെന്നാണ്. എല്ലാം അറിയാമെന്ന് വിചാരിക്കുന്ന ആളുകളാണ് ഒന്നും അറിയാത്തവർ എന്നത് കൂടി ഞാൻ ഇവിടെ സൂചിപ്പിക്കും. ഇപ്പോൾ നോളേജിന്, അറിവിന് ഒരു ഫുൾ സ്റ്റോപ്പില്ല. അപ്പൊ ഫുൾ സ്റ്റോപ്പ് ഇല്ലാത്ത ഒന്നാണ് അറിവ് എന്ന് പറയുന്നത്. എത്ര പഠിച്ചാലും അത് ഈ ലോകത്ത് അവസാനിക്കുക. നമ്മുടെ പഠനം ഇങ്ങനെ തുറന്നുകൊണ്ടേയിരിക്കും. എനിക്ക് തോന്നുന്നു നമ്മൾ അന്ത്യശ്വാസം ഭരിക്കുന്നത് വരെ നമ്മൾ വിദ്യാർത്ഥിയാണ്. ഈ ലോകത്തെ സംബന്ധിച്ചിടത്തോളം നമ്മൾ വിദ്യാർത്ഥിയാണ്. നമ്മൾ ഇപ്പൊ 12 മണിക്ക് നമ്മൾ മരിക്കുമെന്ന് വിചാരിക്കാം. 11:59 വരെ നമ്മൾ വിദ്യാർത്ഥിയാണ്. അതാണ് അറിവും മനുഷ്യനും തമ്മിലുള്ള ബന്ധം. അപ്പോൾ നമ്മുടെ അറിവിന്, അതുപോലെ തന്നെ നമ്മുടെ വിദ്യാഭ്യാസത്തിന് ഒരിക്കലും ഫുൾ സ്റ്റോപ്പ് ഇല്ല. അപ്പൊ ഈ സാക്ഷരത നമുക്ക് എല്ലാവർക്കും വേണ്ടി ചെയ്യുന്ന സേവനം നമുക്ക് അറിയാം. ഇപ്പോ എനിക്ക് ഉള്ള ഒരു സങ്കടം എന്ന് പറയുന്നത്, ഇപ്പോ നിങ്ങളുടെ അതേ സങ്കടം തന്നെയാണ്. ഇപ്പൊ +2 കഴിഞ്ഞാൽ ഡിഗ്രിക്ക് അവസരമില്ല. ഞാൻ 5-6 വർഷം നിയമസഭയിൽ പറഞ്ഞ കാര്യമാണ്. ഡിഗ്രിക്ക് കൂടി ഇപ്പോൾ സാക്ഷരതയുടെ കീഴിൽ പരീക്ഷ എഴുതാനുള്ള ഒരു സംവിധാനം ഉണ്ടാക്കണമെന്നത്. ഇപ്പോൾ ഗൾഫ് നാടുകളിൽ നമ്മുടെ സഹോദരന്മാർ എത്രയോ ആളുകൾക്ക് ഇതുകൊണ്ട് ഗുണം കിട്ടിയിട്ടുണ്ട്. ഈ +2 സമയം കുറെ വൈകിട്ടുണ്ട്. MLA വരുന്നത് വരെ നീണ്ടുപോകും എന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല. ഒരു കാര്യം സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. സംഘാടകർ വരുവാ, ഇതിന്റെ സംഘാടകർ ഇതൊക്കെ എടുത്തു കൊടുത്തേ.
അടുത്ത KV വിജയൻ മാസ്റ്റർ. അടുത്ത മായിൽപ്പാടി രാഘവൻ മാസ്റ്റർ. അടുത്ത CPB വിനോദ് മാസ്റ്റർ. അടുത്തത് നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ സാറ് തന്നെ സൂചിപ്പിച്ചു, സാക്ഷാ മിഷന്റെ ജില്ലാ കോർഡിനേറ്ററായി 25 വർഷം 26 വർഷം അല്ലേ സാറേ, 26 വർഷം പൂർത്തീകരിച്ച നമ്മുടെ സാക്ഷാ മിഷന്റെ മോണിറ്ററിംഗ് കോർഡിനേറ്റർ ഷാജി സാറിനെ ആദരിക്കാൻ വേണ്ടിയിരിക്കുകയാണ് അദ്ദേഹത്തെ ക്ഷണിക്കുന്നത്. കയ്യടി പോരാ. അടുത്തത് നമ്മുടെ മുതിർന്ന നമ്മുടെ പ്രിയപ്പെട്ട ദളിതാധ്യാപകരെ ആദരിക്കുകയാണ്. ശ്രീ ബഹുമാനായ ശ്രീ രാധാകൃഷ്ണൻ മാസ്റ്റർ. ബഹുമാനായ ശ്രീ ഷമീർ മാസ്റ്റർ. അടുത്തത് നമ്മുടെ ഏറ്റവും കൂടുതൽ ഗ്രേഡോടുകൂടി തുല്യതാ പരീക്ഷ വിജയിച്ച അവരുടെ പേര് വരുമെന്ന് വായിക്കും. അനുഷിത. അനുഷിത അനുഷിത നല്ലൊരു കേൾക്കും, നല്ലൊരു കേൾക്കും. ബാബുമാഷ് ഏതാണ്ട് 8 ജില്ലകളിൽ ജില്ലാ കോർഡിനേറ്ററായി പ്രവർത്തിച്ചിട്ടുണ്ട്. നിരവധി നൂതന പദ്ധതികൾ നടപ്പിലാക്കി വിജയിപ്പിച്ചിട്ടുണ്ട്. അപ്പൊ ബാബുമാഷെ നമ്മളെല്ലാവരും കൂടി ആദരിക്കുകയാണ്. ഫാത്തിമത്ത് സുലിമ. ഇനി നമ്മുടെ അടുത്ത സെക്രട്ടറി വന്ന താജുദ്ദീൻ, ലീഗൽ സർവീസ് സൊസൈറ്റി. ഏറ്റവും മുതിർന്ന പഠിതാവ് ചിത്രത്തിൽ. നല്ല ഏടിയുണ്ട്, നല്ല ഏടി. അടുത്ത ശ്രീമതി സുജിത. സുജിത ഇവരൊക്കെ നിങ്ങളെ പേടിപ്പിക്കും, അത് കുഴപ്പമില്ല.
അടുത്ത ശ്രീമതി പുഷ്പ. അടുത്തത് നമ്മുടെ മൂളിയ പുഷ്പലത. ഓ, നിങ്ങൾ ബന്ധുക്കളാണ് അല്ലേ? അടുത്തത് നമ്മുടെ തുല്യത അധ്യാപകനാണ് ഷമീർ മാഷ. അധ്യാപകൻ നമ്മുടെ പിന്നെ ഷമീർ മാഷ പേര് നൽകി. ആദരിക്കപ്പെടുന്നവർ എല്ലാവരും കൂടെ ഒന്നിച്ച് നിന്നിട്ട് നമുക്കൊരു ഗ്രൂപ്പ് ഫോട്ടോ എടുക്കണേ. നിങ്ങൾ അവിടെ നിന്നിട്ട് വിടുന്നു. നമ്മുടെ സതീശൻ മാഷ് സതീശൻ മാഷ് ആദരിക്കുന്നു. നമ്മുടെ ഉമേശൻ മാഷ് ആദരവ് ഇനിയുമുണ്ട്. ഇനി സംസാരിക്കുന്നതിന് വേണ്ടി നമ്മുടെ ക്ലാസ് ലീഡർ ശ്രീ അബ്ദുൾ ബഷീർ. അബ്ദുൾ ബഷീർ എല്ലാവർക്കും പ്രിയപ്പെട്ട വിദ്യാർത്ഥികൾ, പ്രായമായ വിദ്യാർത്ഥികൾ, നമ്മുടെ ബാബുസാഹിബിന്റെ വേദിയിൽ അതുപോലെ തന്നെ ഈ അധ്യക്ഷ വേദിയിലെ പ്രമുഖ വ്യക്തിത്വങ്ങളെ, എൻ്റെ മുമ്പിലിരിക്കുന്ന പഠിതാക്കളും മറ്റു സുഹൃത്തുക്കളെ, നാട്ടുകാരെ, ഇന്ന് കാസർഗോഡ് ജില്ലാ പഞ്ചായത്തിന്റെയും അതുപോലെ തന്നെ ജില്ലാ സാക്ഷരതാ മിഷന്റെയും ആഭിമുഖ്യത്തിൽ നടത്തപ്പെടുന്ന ഈ